ഹായ് ചെല്ലക്കിളീസ്. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിപ്പോയ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ എടുത്തത് മാർച്ച് 8-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഒരു വീഡിയോ അല്ല, ഒരു ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അങ്ങ് മടിച്ചു പോയി കേട്ടോ. എന്നാലും കൊള്ളാം. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇത് ഇടണ്ടെന്ന് വിചാരിച്ചതാണ്, എന്നാലും കണ്ടപ്പോൾ എനിക്ക്, കാരണം ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാനാണ് താമസിച്ചു പോയത്. സോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് വേറൊന്നുമല്ല, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങളൊരു 5 ടീച്ചേഴ്സുമായിട്ട് നമ്മുടെ ഡബിൾ ഡെക്കോർ ബസ്സിൽ സിറ്റി റൈഡ് നടത്തിയ ഒരു കഥ പറയാൻ വേണ്ടിയാണ് കേട്ടോ ആക്ച്വലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ആ കഥ പറയുന്നതിന് മുമ്പ് വേറൊരു കഥ എനിക്ക് പറയണമെന്നുണ്ട് നിങ്ങളോട്. കാരണം ഒരു എന്താ പറയുക, ഒരു കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു കുഞ്ഞാഗ്രഹം സഫലമായ കഥയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇടുക്കിക്കാരിയാണ് എന്ന് നിങ്ങളോട് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൊച്ചായിരുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഞാൻ 1-ലോ 2-ലോ ആ ഏതോ ഒരു ടൈമിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ബസ്സിൻ്റെ ചിത്രം കാണിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 നില ബസ്സിൻ്റെ പിക്ചർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് പക്ഷേ നമ്മുടെ ഇപ്പം നമ്മൾ പോയ ബസ്സല്ല, മുകളിലൊക്കെ മൂടിയുള്ള ഒരു 2 നില ബസ്. അപ്പം എനിക്കിത് അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബസ്സില്ല. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ചു, ഇങ്ങനെ ബസ്സുണ്ടോ? അപ്പം മമ്മി പറഞ്ഞു, അങ്ങ് തിരുവനന്തപുരത്തുണ്ട്. അങ്ങ് തിരുവനന്തപുരത്ത്. കാരണം നമ്മളൊക്കെ എങ്ങനെയാണ് പറയാറ്, തിരുവനന്തപുരം എന്ന് പറയും. ഞാൻ തന്നെ തിരുവനന്തപുരം മാറി തിരുവനന്തപുരമായിട്ട് ഇപ്പം എത്രയായി, 10-12 വർഷമായതേ ഉള്ളൂ. അപ്പം അങ്ങ് തിരുവനന്തപുരത്ത് ഈ ബസ്സുണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതാണ്, നമുക്ക് എന്തെങ്കിലും പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏകദേശം 12-13 വർഷമായി കേട്ടോ. എന്നിട്ടും ഈ ഒരു യാത്ര മിസ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് സിറ്റി റൈഡിന് പോയാലോ? ചാടിക്കയറി ഞാൻ അങ്ങ് എസ് പറഞ്ഞു. കാരണം ഇതൊരാഗ്രഹമായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ടൈമും ഒക്കെ നോക്കി. കാരണം അവർക്ക് ടീച്ചേഴ്സിനെല്ലാം തന്നെ എക്സാം ഡ്യൂട്ടി ഉണ്ടാവും. കാരണം എക്സാം ടൈമല്ലേ, അപ്പോൾ അവർക്ക് പല സ്കൂളുകളിലെല്ലാം ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാം ടൈം അനുസരിച്ച് ഞങ്ങളൊരു ദിവസം അങ്ങ് ബുക്ക് ചെയ്തു. പക്ഷേ ആക്സിഡൻ്റലി ഞങ്ങൾ ബുക്ക് ചെയ്ത ദിവസം മാർച്ച് 8 എന്ന് വെച്ചാൽ നമ്മുടെ വുമൻസ് ഡേയുടെ അന്നായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ആഗ്രഹങ്ങൾ, എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഫലമാക്കുന്ന ദിവസം നമ്മുടെ ഡേ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ KSRTC ഓൺലൈൻ swift.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമ്മൾ ബുക്ക് ചെയ്യുവാണ്. അതിൽ റൗണ്ട് ട്രിപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡെന്നും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈസ്റ്റ് ഫോർട്ടെന്നും കൊടുക്കുക. ടൈം സെലക്ട് ചെയ്യുക. ഇനി മുകളിലാണോ താഴെയാണോ ഇരിക്കേണ്ടതെന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, അതൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ 200 രൂപയും താഴത്തെ നിലയിലാണെങ്കിൽ എന്താ പറയുക 100 രൂപയാണ് കേട്ടോ. അപ്പം നമുക്കനുസരിച്ച് നമ്മളതിന് ബുക്ക് ചെയ്യുക. എന്നിട്ട് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറി ഇരിക്കുവാണ് കേട്ടോ. ബസ്സിൽ കയറി വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആഘോഷം. അവിടെ കേക്ക് കട്ട് ചെയ്യുന്നു. കാരണം വേറെ ഏതോ ഒരു ജില്ലയിൽ നിന്ന് കുറച്ച് പേര് നമ്മുടെ എന്തോ ഒരു വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സമ്മേളനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് ബസ്സിൽ ഭയങ്കര വൈബ് കേട്ടോ. പാട്ടും ഡാൻസും മേളങ്ങളും അടിപൊളിയാണ്. എല്ലാം സ്ട്രേഞ്ചേഴ്സാണ്. ഞങ്ങൾ കുറച്ച് പേര് മാത്രം, ഞങ്ങൾ 4-5 പേര് ഞങ്ങളറിയാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേര് ട്രിവാൻഡ്രംകാരുണ്ട്, ബാക്കി മിക്കവരും ട്രിവാൻഡ്രംകാരല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു യാത്ര, കുറച്ച് 2 മണിക്കൂർ എന്ന് വെച്ചാൽ അത് നമ്മുടെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു ഗൈഡുണ്ട് വണ്ടിയിൽ, അദ്ദേഹം നമുക്ക് സ്ഥലങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ ഇതാ ഈ പാടുന്ന ആൾ അതെല്ലാം അടിപൊളിയായിട്ട് പാടും കേട്ടോ. താഴെ ഇരുന്നാണ് അദ്ദേഹം യാത്ര ചെയ്ത് പാട്ട് കേട്ടോണ്ട് ഞങ്ങൾ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ നല്ല ഒരു രക്ഷയില്ലാത്ത പാട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പാടി കേട്ടോ. പാടാൻ അറിയത്തില്ലാത്തവരും പാടും, എല്ലാവരും പാടും. പിന്നെ നമുക്ക് പോകുമ്പം ട്രിവാൻഡ്രത്തിലെ എല്ലാ സ്ഥലങ്ങളും കണ്ട് നമുക്ക് പോകാൻ പറ്റും. എല്ലായിടത്തും ഇറങ്ങാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സെക്രട്ടേറിയറ്റ്, നമ്മുടെ നിയമസഭാ മന്ദിരം, കവടിയാർ കൊട്ടാരം, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെല്ലാം പറഞ്ഞ് തന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. പിന്നെ അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് തൊട്ട് ഈ എയർപോർട്ടിനകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. കാരണം നമ്മളിതിൻ്റെ പുറത്തു നിന്നല്ലേ കാണുന്നത്. അവിടെ എങ്ങനെയാണ് വിമാനം, എത്ര വലുപ്പമുണ്ട്,
ഗംഭീര വലുതാണെന്നൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം നമ്മൾ ദൂരേന്ന് കാണുമ്പം ഇതിന് ഇത്രയും വെയിറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ അവരിങ്ങനെ റൺവേയിലൂടെയൊക്കെ ഞാൻ നമ്മുടെ ഇൻഡിഗോ കണ്ടു കേട്ടോ. പൊളിയാണ്, അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിവിടെ നിന്ന് ഇറങ്ങി കാണുന്നില്ല, പക്ഷേ നമ്മളിങ്ങനെ മുകളിലൂടെ ഇരുന്ന് കണ്ടുപോകുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ ബസ്സിലിരിക്കുന്നതിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഈ 2 മണിക്കൂർ ഒരു 10-20 മിനിറ്റ് പോലെ തോന്നും. അത് തീരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, അയ്യോ തീർന്നു പോയല്ലോ എന്നൊക്കെ തോന്നും. പിന്നെ തിരിച്ച് KSRTC അത്രയും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അവസരമാണ് നമുക്ക് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആരും തന്നെ മിസ് ചെയ്യില്ല. പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാർ എല്ലാവരും പോയിട്ടിരിക്കണം കേട്ടോ. ഈ നമ്മുടെ ടീച്ചറാണ് കേട്ടോ, പ്രിൻസിപ്പൽ ടീച്ചറാണേ. ടീച്ചർ ഭയങ്കര ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കേട്ടോ. അപ്പം കുറേ റൈഡുകളുണ്ട്. പല ടൈമിൽ ഈ റൈഡ് നടത്തുന്നുണ്ട്, ഡബിൾ ഡെക്കർ ബസ്സിലുള്ള റൈഡ് നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് യാത്രയെ തിരിച്ചു വന്ന വഴിക്ക് ഡാൻസും പാട്ടും മേളവും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വീഡിയോസ്, ഫോട്ടോസ് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് പേരായിട്ട് മാത്രമല്ല, എല്ലാവരുമായിട്ട് നമ്മൾ മിങ്കിളാവും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനിയാവും. ആദ്യം ഇരിക്കുമ്പോൾ ഒരു മസിൽ പിടുത്തമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് അതിനകത്തിരിക്കുന്നത്. കാരണം ഇവിടെ പാളയം വന്നപ്പം അതൊക്കെ എനിക്ക് പുതിയ അറിവ്. കാരണം ക്ഷേത്രം, പള്ളി, മോസ്ക് ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലം. അപ്പം മതസൗഹാർദ്ദമുള്ള സ്ഥലം നമ്മുടെ പാളയത്ത്. ഇതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. കാരണം ഓരോ സ്ഥലങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചരിത്ര സംഭവങ്ങളും അതുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ അവർ ഇരിക്കുന്നത്. എല്ലാവരും പാട്ടൊക്കെ പാടി, പാടാനൊന്നും നമുക്കറിയില്ല, എന്നാലും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നമ്മളങ്ങ് എൻജോയ് ചെയ്ത് ഒരു യാത്രയായിരുന്നു. ലൈഫിൽ മറക്കാൻ പറ്റത്തില്ലാത്തത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ പൈസയൊക്കെ കളഞ്ഞ് വരുന്നതിനേക്കാളും ഒരാൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കൊച്ചു കുഞ്ഞിനെ തൊട്ട് വലിയ ആൾക്ക് വരെ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്കും നല്ല ഒരു അനുഭവമാണ്, ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. പിന്നെ ഇത് വലിയ മുതൽ മുടക്കില്ല, നമുക്ക് ചിലവില്ല, അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഈ കാണുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. അതിനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥയല്ല, ഒരു ചരിത്രം ഗൈഡാണ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. ഇതിനകത്തൊരു അദ്ദേഹമാണ് എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്നത് അദ്ദേഹമാണ്. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ക്യാമറാമാനാക്കി കേട്ടോ. കുറേ വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തരുന്നതെല്ലാം അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇത് സെക്രട്ടേറിയറ്റിന് ചുറ്റും സമരം നടത്തുന്ന ആൾക്കാരുടെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രം, മോസ്ക്, തൊട്ടപ്പുറത്ത് നമ്മുടെ പാളയം പള്ളി, ഇതെല്ലാം ഉള്ള ഒരു സ്ഥലം. മതസൗഹാർദ്ദം വിളിച്ച് ഓതുന്ന ഒരു സ്ഥലം. ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്നാണ് വിശേഷിപ്പിക്കുന്ന പാളയം ജുമാ മസ്ജിദ്. ഇടതുഭാഗത്തായി രക്തസാക്ഷികളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിച്ചു പറയും മരക്കൊമ്പുകളുണ്ട്, തല കുനിഞ്ഞിരിക്കണം എന്ന് പറയും. ചിലർ നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ പറയും. അതുപോലെ നമ്മുടെ പോസ്റ്റിലെ ലൈനുണ്ട്, അപ്പോൾ അതുകൊണ്ട് തല താഴ്ത്തിയിരിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അനൗൺസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചൊരു കുനിയിലുണ്ട് കേട്ടോ. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. അവിടെയും വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അവർ സ്ലോ ചെയ്ത് നമുക്കത് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാണുമ്പം അതിൻ്റെ ആ എക്സ്പീരിയൻസ് കാണുമ്പം അത് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ആക്ച്വലി നമ്മളതിൽ കയറി ഇരുന്ന് തന്നെ നോക്കണമെങ്കിൽ മാത്രമേ നമുക്കത് എത്രമാത്രം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ. ഈ ആളാണ് നമ്മുടെ ഗൈഡ്. എല്ലാ കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നതും. പിന്നെന്താ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ടീച്ചറിനോട് ഒരു പാട്ട് പാടാൻ അദ്ദേഹം പറയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. जीनाए हम मरनाए हम इसके सिवा जाना कहाँ. जीनाए हम मरनाए हम इसके सिवा जाना कहाँ. വൈശാഖ ചുണ്ടിലെന്തേ അരുമ സഹിതൻ അതര കാന്തിയോ ഓമലേ പറയൂ നീ.
ആ പാട്ടിനെ ഞങ്ങൾ കൊന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. என்ன மாமா அங்க ஆடுறதுக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம். ഒരുപാടും കാണുന്നതിനേക്കാളും നമ്മൾ ഈ ഒരു എൻജോയ് ചെയ്ത് അത് നമ്മുടേതാക്കുകയായിരുന്നു. ലീവിങ് ഇൻ ദ പ്രസന്റ്, അത് തന്നെയാണ് നമ്മളെല്ലാവരും ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നടത്തുന്നു. ഒരു നല്ലൊരു യാത്ര സമ്മാനിച്ചതിന് KSRTCക്ക് എല്ലാവിധ നന്ദി. അപ്പോൾ KSRTC പൊളിയാണ് ഗൈസ്. അപ്പോൾ ഇത്രയും നല്ലൊരു അവസരം ഒരുക്കി തന്ന KSRTCക്ക് താങ്ക്സ്. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.